ഹലോ ഫ്രണ്ട്സ്, വീണ്ടും വെറുപ്പിക്കാനായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, എനിക്കിത് അമ്പലത്തിലോട്ട് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എനിക്ക് ഈ കണ്ടൻറ്റൊക്കെ ഉള്ളൂ, നിങ്ങളൊന്ന് ക്ഷമിക്ക്. എനിക്ക് അമ്പലത്തിൽ പോകണം. അപ്പം ഞാൻ സാധാരണ രീതിക്ക് ഞാൻ റെഡി ആവുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിക്കാൻ ചോദിച്ചു. സമയമില്ല, വേഗം പോകണം. അപ്പോൾ അതാണ് ഞാൻ എന്താ പറയുക, വയ്യാത്തതുകൊണ്ട് ഞാൻ മേല് കഴുകിയതേ ഉള്ളൂ രാവിലെ. അപ്പോൾ വേഗം പോകണം. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എങ്ങനെയാണ് സാധാരണ രീതിക്ക് എങ്ങനെ റെഡി ആവുന്നത്, എങ്ങനെ ഇടുന്നത്, സമയമില്ലാത്തൊരു സാധനങ്ങളുടെ ഏതൊക്കെ കമ്പനി എന്താ യൂസ് ചെയ്യുന്നത്, അതൊക്കെ ചിലപ്പോൾ പേരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വേറൊരു വീഡിയോയിൽ പിന്നെ പറയാം. ഇപ്പം ഞാൻ വേഗം റെഡി ആവുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. ഫസ്റ്റ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഐശ്വര്യമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്, എല്ലാവരും അങ്ങനെ ആയിരിക്കും. ഞാൻ മോയ്സ്ചറൈസറാണ്, മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്. ഭയങ്കര ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് മോയ്സ്ചറൈസർ നന്നായിട്ട് യൂസ് ചെയ്യും. നന്നായിട്ട് യൂസ് ചെയ്യുന്ന അത്രല്ല, പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പോൾ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യും സ്കിൻ പെട്ടെന്ന്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോണ സമയത്ത് എനിക്കത് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ വേഗം ഒന്ന് അളിച്ച് കുത്തട്ടെ. ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ ആയിട്ടാ, മോയ്സ്ചറൈസർ ഇട്ട ഫേസിലോട്ട് നമ്മൾ സൺസ്ക്രീൻ ഇട്ടു. സൺസ്ക്രീൻ ഏത്, നമ്മുടെ ലാക്മേയുടെ 95 അത് ഇടും. ഇത് രണ്ടും മസ്റ്റാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കുഴി മടിച്ച് ചെയ്തോണ്ടേ ഞാൻ സ്കിന്നിനാകെ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീം ഇടുന്ന, വേറെ ഒന്നും ഇല്ല. അപ്പോൾ സൺസ്ക്രീമൊക്കെ നന്നായിട്ട് കയ്യിലും ഒക്കെ മോയ്സ്ചറൈസർ ഇട്ട പോലെ തന്നെ നല്ലോണം ഇടും. ഇത്തിരി ചൂടൊക്കെ എടുത്താലും നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഇച്ചിരി വെറുപ്പിച്ച് സംസാരിച്ചൊക്കെ ചെയ്തേനെ. ഇത് മോയ്സ്ചറൈസർ അല്ല, സോറി, ഈ മോയ്സ്ചറൈസർ സൺസ്ക്രീം ഇട്ട് കഴിയുമ്പോൾ തന്നെ മുഖം നല്ല നമുക്കൊരു ചൂടെടുക്കുന്ന പോലെ ഒരു ഇത് വരും. പിന്നെ അതേ കുറച്ച് നമ്മുടെ എന്താ പറയുക NYBയുടെ സ്ട്രോപ്പ് ക്രീം ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഇടുള്ളൂ, ഒരു ഡ്രോപ്പ്, അതെല്ലായിടത്തും കൊള്ളിക്കും. ഒരുപാട് എടുത്തില്ല, ഒത്തിരി ഇടുമ്പോൾ തന്നെ നല്ലതാണ്, അത് ഇടും. ഇതൊക്കെ ശരിയായൊരു രീതിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെയാണ്. സ്ട്രോപ്പ് ക്രീം ഇപ്പോഴാട്ടോ സ്റ്റാർട്ട് ചെയ്തത്, കുറച്ച് കാലമായുള്ളൂ. അതിന് മുന്നേ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീമ്, പിന്നെ പൊട്ട്, കരി, വള, മാല, ലിപ്സ്റ്റിക്കും ഞാൻ ഇവിടെ കുറച്ച് ആളാണ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് ലിപ്സ്റ്റിക് ഇടും. 2014 തൊട്ടൊക്കെ ഇട്ട് തുടങ്ങി. അതിന് മുന്നേ പൊട്ടും കരി, ഒരു ക്രീമും പൗഡറും, മുടി പോണിയിട്ട്, ഇതായിരുന്നു മേക്കപ്പ്. ഞാൻ മുഖത്ത് ഒരു ഡ്രോപ്പ് ഫൗണ്ടേഷൻ, ഒരു ഡ്രോപ്പ് ഇടും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനൊരു പ്രൈമർ ഇടും. സ്റ്റുഡിയോ പോയപ്പോൾ മേടിച്ച പ്രൈമറാട്ടോ. അപ്പോൾ പ്രൈമർ അപ്പോൾ എന്തിനാ ഫൗണ്ടേഷനൊക്കെ ഇടുന്ന, സത്യം പറഞ്ഞാൽ മേടിച്ച് വെച്ചിട്ടേ ഞാൻ അത് ഇടാതിരുന്നാൽ എനിക്ക് അത് തീർക്കണ്ടേ, ഇങ്ങനെ ഇരുന്നത് കളയേണ്ടി വരും. അതെനിക്ക് വിഷമം വരും, പൈസ അത്രയും. അപ്പോൾ ഞാനങ്ങ് മാക്സിമം ഉപയോഗിക്കും. ഒരു ഡ്രോപ്പേ ഉള്ളെങ്കിലും, ഇട്ടെന്ന് പോലും അറിയില്ല, അങ്ങനെ ഒരു ഡ്രോപ്പേ ഇടുള്ളൂ. ഫൗണ്ടേഷൻ ഇടക്കുമെന്നൊക്കെ വെച്ചാൽ വലിയ സംഭവമാണ്. ഇത് എനിക്ക് ഏട്ടൻ എപ്പോഴും ഹസ്ബൻഡ് മേടിച്ചത് സ്റ്റുഡിയോ വെസ്റ്റ്, അത് അങ്ങനെയല്ലേ, അതെ സ്റ്റുഡിയോ വെസ്റ്റിൻ്റെ തേക്കണൊക്കെ മാഞ്ഞു പോയി. അത് എൻ്റെ സ്കിന്നിന് ഏറ്റവും ആപ്റ്റായിട്ടോ. അപ്പോൾ നല്ല 650-700 റേഞ്ച് ആയത്. അപ്പം അത് ഒരു ഡ്രോപ്പ് ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇട്ടാണ്ടല്ലോ, ഇട്ടെന്ന് പോലും അറിയത്തില്ല, അങ്ങനത്തെ ഒരു കളർ, യെല്ലോ ടോൺ തരും. അപ്പോൾ ഞാൻ തരുന്ന അവിടെ മെബലിൻ്റെ ഫിറ്റ്മി അല്ലേ, അത് തന്നെ. അതിൻ്റെ പേരും അതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ, സമയമില്ല. ഒരു ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഒരു ഡ്രോപ്പ്, ആ കളറെ ആ ഒരു യെല്ലോ ഒരു മഞ്ഞ ഇത് കിട്ടുന്നങ്ങ് മാറാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതേ ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് ഇനി ഫുൾ അപ്ലൈ ചെയ്യണം എല്ലായിടത്തും. ആ ഒരു ഡ്രോപ്പ് ഇതേ കണ്ണിൻ്റെ അവിടെ താഴെ എല്ലാ ഇടവും ഇട്ട്, മെയിനായിട്ട് കണ്ണിൻ്റെ താഴെ ഇടും, നല്ലൊരു എമൗണ്ട് ഇടും. ബാക്കിയുള്ളിടത്തൊക്കെ ഇങ്ങനെ അളിച്ച് പൊത്തി ഇതൊക്കെ എല്ലായിടത്തും ഫേസിൽ എത്തുന്നു പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കംഫർട്ടബിളാണ്. അതുകൊണ്ട് കഴിഞ്ഞു ഫൗണ്ടേഷൻ ഇടല്, മേക്കപ്പും ഫേസ് ഫുള്ള് കഴിഞ്ഞു. ഇതാണ് ഫേസിൻ്റെ മേക്കപ്പ്. ഇത്ര മുടിയൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, മുടി ലാസ്റ്റേ കെട്ടത്തുള്ളൂ. താഴെ ചീപ്പ് താഴെ ഇരിക്കണേ. ബാക്കി ഒരുക്കങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു, വേഗം പോണം. നമ്മുടെ കണ്ണ് എഴുതല്ല കേട്ടോ. സ്റ്റുഡിയോന്ന് മേടിച്ച ലിപ് ലൈനർ
പിന്നെ നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ഒരു ഐലൈനർ. അപ്പോൾ അത് ഞാൻ കണ്ണട വെച്ച് എഴുതുന്നത്. അപ്പോൾ അത് എഴുതിയിട്ട് കാണാം ബാക്കി. നമ്മുടെ കണ്ണെഴുത്ത് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ വാലിട്ട് എഴുതുന്നത് വിങ്ങോ അങ്ങനെ എന്തൊക്കെയല്ലേ പറയണേ, എനിക്കതൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഇത്രയാണ് എൻ്റെ കണ്ണെഴുത്ത്. കണ്ണ് ഞാൻ പണ്ടോട്ട് എഴുതും കേട്ടോ. ഐലൈനറൊക്കെ ഇപ്പോഴാണ് എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഐലൈനർ എഴുതാൻ അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ചേരുന്ന രീതിക്ക് എന്നൊക്കെ എനിക്ക് തോന്നുന്ന രീതിക്കൊക്കെ ഞാൻ തുടങ്ങിയത്. അമ്മയ്ക്ക് ഐലൈനർ എഴുതാൻ അത്ര ഇഷ്ടമല്ല ഞാൻ പക്ഷെ എനിക്കിഷ്ടമാണ്. അപ്പം ഇപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് 10-30 വയസ്സായി, ഇനി ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊക്കെ ഒന്ന് എഴുതിക്കോട്ടെ. അപ്പം അമ്മയ്ക്ക് വെച്ചാൽ ഞാൻ കരി മാത്രം എഴുതുന്നത് നല്ലത് അങ്ങനെ എഴുതി പറയും. പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നും പറയാറില്ല കേട്ടോ. കുറച്ച് നാൾ മുന്നേരൊക്കെ അറിയാമായിരുന്നു. അപ്പം കണ്ണ് പരിപാടിയൊക്കെ കഴിഞ്ഞു. സമയം ഇനിയിപ്പോൾ എന്നാ നമ്മുടെ ചുട്ട് പരിപാടി. ലിപ്സ്റ്റിക്കിന് മുന്നേ നമ്മുടെ മാർസിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ ബ്രൗൺ കളറാട്ടോ അത്. ഇത് വെച്ചിട്ട് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദേവസായിച്ച് പുരുക അങ്ങനെ എഴുതേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ലാതെ ഉണ്ട്. അപ്പോൾ പക്ഷേ എനിക്കിങ്ങനെ ത്രെഡ് ചെയ്ത് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ ത്രെഡ് ചെയ്യാൻ അമ്മ വേണ്ട, ത്രെഡ് ചെയ്യേണ്ട, എനിക്ക് ഭയങ്കര പേടിയാണ്. കല്യാണത്തിനെന്ന് വെച്ചാൽ നമ്മൾ 4 വർഷം ആവാറായി ഇത്ര അവസാനം ത്രെഡ് ചെയ്തിട്ട്. അപ്പോൾ പിരിയം വളർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരിത് അതുകൊണ്ട് മാത്രമാണ് ഇതൊന്ന് ജസ്റ്റ് എഴുതുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇവിടെ ഒരു ചെറിയ ചീപ്പ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിട്ട് ഇങ്ങനെ കോതി വെക്കും. അപ്പോൾ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ ത്രെഡ് ചെയ്യാത്തതുകൊണ്ടേ എനിക്കൊരിത്. അപ്പോൾ ഇനി ലിപ്സ്റ്റിക്ക് ഇടാം. ഈ പരിപാടി ഇന്നലെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. എൻ്റെ ഒരു വീഡിയോ ഇന്നലെ ഇട്ട ഒരു വീഡിയോയിലുണ്ട്. നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് പെൻസിൽ, അത് മോനെ തീരാറായി. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലിപ്പ് വരയ്ക്ക്. എക്സ്പെർട്ട് ഒന്നും അല്ല എങ്കിൽ പറ്റുന്ന പോലെ ഒരു വരയ്ക്ക്. കാണാൻ പോലും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കളറായത് ചെറുത്. എന്നിട്ട് കുറച്ച് നമ്മുടെ ഷുഗറിൻ്റെ ലിബാം കുറച്ചേ ഇടത്തുള്ളൂ. ഒരുപാട് ഇടുന്ന ലിപ്സ്റ്റിക്ക് കാറ്റത്ത് പറന്നോണല്ലോ ഷൂന്ന് പോവും. ഇടുന്ന മാത്രം ഓർമ്മയാണ്, എന്താണാവും. പിന്നെ ലിപ്സ്റ്റിക് എന്ന് വെച്ചാൽ ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടൊക്കെ നിൽക്കണം എന്നൊക്കെ വരുമ്പോഴാണ് ഞാൻ മറ്റേ നമ്മുടെ ബാക്കിയുള്ള ഡാസ്ലറൊക്കെ ഇടുന്നത്. ഇത് നമ്മളെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ഹസ്ബൻഡ് മേടിച്ച് തന്നിട്ടതേ ഇത്. അപ്പോൾ ഇത് ഏതാണ് ഇതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പം ഞാനൊരു ഡീപ്പ് റെഡും ഒരു നോഡും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് അധികം ബ്രൈറ്റ് ആയിട്ടിരിക്കില്ല, നോർമലായിട്ട് സാധാ പോലെ, അത്ര കട്ടിക്കൊന്നും വേണ്ട, അത്ര ബ്രൈറ്റ് ആയിട്ട് വേണ്ട എന്നുള്ളതുകൊണ്ട് ആദ്യം നൂഡ് വെച്ചിട്ടൊന്ന് ഒരു നൂഡ് വെച്ചിട്ട് നമുക്കൊരു ബോർഡർ, എനിക്ക് പറയാനൊന്നും അറിയത്തില്ല ഫ്രണ്ട്സ്, പറയാനൊന്നും അറിയില്ല. ആദ്യം നൂഡിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, തുടച്ചാൽ അറിയാം, പക്ഷെ ഇട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കളറ് ന്യൂഡ്. ഇനി ഇച്ചിരി വലിയ വീഡിയോ ആയി പോകൂടെ, ഒരു സംശയം. ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നത്. നിങ്ങൾ കാണാനൊന്നും ഇരിക്കല്ലോ കേട്ടോ, കുറച്ച് കണ്ടു തന്നെ. അപ്പം വേറെന്ന് പറഞ്ഞ് കളയല്ല. ആ ന്യൂഡിൻ്റെ മുകളിൽ ഡി റെഡ്, ഡീപ്പ് റെഡ് എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ചോര കളർ അങ്ങനെയൊന്നും വിചാരിക്കല്ല. ഇത് കളർ ഒരാഴ്ച പ്രയാസമാണ്. നമ്മൾ എത്ര ഇട്ടാലും നമ്മുടെ ചുണ്ടിന് എത്രയാണ് വേണ്ട അത് കറക്റ്റ് ആവശ്യത്തിന് തരും. ഇവർ ഭയങ്കര ഓവറായിട്ടൊന്നും തരത്തില്ല. ഈ കൂടുതൽ ഇട്ടാൽ കൂടുതൽ കളർ വരെ ആ പരിപാടിയില്ല. പക്ഷെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഒത്തിരി പോലെ തുടച്ചളയേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് വലിയ ലോങ് ലാസ്റ്റിംഗ് കിട്ടും തോന്നിയില്ല. അതൊക്കെ ഡാസ്റ്റർ ഒക്കെ ഇട്ടാൽ ലോങ് ലാസ്റ്റിംഗ് കിട്ടും. നമ്മുടെ ഒരുക്കം കഴിഞ്ഞ് ഇനി ഫൈനലായിട്ട് കാണാം. മുടിയൊക്കെ ഇട്ട് പൊട്ടൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് കാണാം. ഈ ടാറ്റ പറയുന്നില്ല, ഫൈനൽ ഇപ്പോൾ വരും, ഞാൻ ഒരിക്കൽ വരും. ഹലോ ഫ്രണ്ട്സ്, എന്ത് പറയാനാ, ഞാൻ റെഡി ആയിക്കഴിഞ്ഞ് ഞാൻ എന്ന് മൊത്തത്തിൽ ഒരുങ്ങിയൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഊബർ വന്ന് ഞാൻ പിടച്ചടിച്ച് ഞാൻ അമ്പലത്തിൽ പോയി. ഭയങ്കര
മഴയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഓട്ടോയിൽ ഇരിക്കുന്ന ഒരു ഇതുണ്ട്, അത്രേ ഉള്ളൂ. വലിയ വലിയ സംഭവമായിട്ടൊന്നും ആ മുഖത്ത് മേക്കപ്പ് എന്ന് പറയാനായിട്ട് ഒരു ഡ്രോപ്പ് ഫൗണ്ടേഷന് ഇട്ടെന്ന് പോലും അറിയാത്തൊരു ലിപ്സ്റ്റിക്കാണ്, ബാക്കിയൊന്നും ഇല്ല. അപ്പോൾ സാധാ പോലെ അത്രേ ഉള്ളൂ. ഇങ്ങനെയാണെന്നൊന്ന് കാണിച്ചതാ ഞാൻ ഒരുങ്ങിയപ്പോൾ. ആ ഓട്ടോയിൽ ഇരിക്കുന്നവരുടെ ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഡ്രസ്സ് ഇതേ ഒരു പഴയ ഡ്രസ്സ് ടോപ്പും ഒരു പാൻറ്റും പൂക്കൾ ഒരു പാൻറ്റ്, അതാണ് ഇട്ടേക്കണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ ചെന്ന സമയത്ത് അമ്പലം ശിവേലി ആയിരുന്നു. അപ്പോൾ ആ ശിവേലി കഴിഞ്ഞ് മഴയുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് അന്നദാനം കിട്ടി. ഞാൻ അപ്പോൾ അന്നദാന ക്യൂവിൽ നിൽക്കുന്നതൊക്കെ ഇതിലിപ്പോൾ കാണാം നിങ്ങൾക്ക് ക്യൂ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ, എൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു അളിച്ച് പൊത്തി ഞാൻ ഒരുങ്ങണത്, അത് കാണിക്കാതെ വെച്ചിരുന്ന വീഡിയോ ആണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് കണ്ട് അത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാത്തത്. ഞാനൊരു വീഡിയോസിൽ അങ്ങനെ പറയാറില്ല, ആദ്യമൊക്കെ പറയുമായിരുന്നു. ഇപ്പം കണ്ട് നമ്മുടേത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചെയ്യും. നമ്മളങ്ങനെ പറഞ്ഞ് അങ്ങനെ ഞാൻ മിക്ക ആൾക്കാരും വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ എല്ലാ വീഡിയോസിലും പറയും ഇഷ്ടമായെങ്കിൽ ചെയ്യുമല്ലോ, പറയണ്ടല്ലോ, അതാ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ഇട്ട് നമുക്ക് കാണാം.